നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും അതിനു മുൻപുമുള്ള നമ്മുടെ സിനിമ ചലച്ചിത്ര മേഖലയിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മളൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് വന്നിട്ടുള്ള മാറ്റം എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. നമ്മൾ തിയേറ്ററുകളിലും അഭിനയം കണ്ട് അവരുടെ കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന പല നടന്മാരും അവരുടെ പല പ്രമുഖരും അവരുടെ എല്ലാം മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴും നമ്മൾ വാർത്തകളിലൂടെ പോകുന്ന ഹെഡ്ലൈനുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തായിരുന്നു ഈ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉയർന്നു നിന്നിരുന്നത്. അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല എന്നാണ്. എന്നാൽ പല ആളുകളും പിന്നീട് പ്രതികരിച്ചു. ഈ ഒരു വിഷയം വന്നപ്പോൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ കൃത്യമായി തന്നെ അവർ പറഞ്ഞു ഇത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് നമ്മുടെ മലയാള സിനിമ ചലച്ചിത്ര ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നവരെ മാത്രമാണ് അവർ വളരാൻ അനുവദിക്കുകയുള്ളൂ, അല്ലാത്തവരെ ഒന്നും അവർ വളരാൻ അനുവദിക്കില്ല എന്ന് അവർ കൃത്യമായി തന്നെ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും മലയാള സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിലെ മുഖ്യ നടൻ ദിലീപ് എന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ മേഖലയിലെ കടിഞ്ഞാൺ കൈക്കലാക്കിയ ദിലീപ് ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പാണ് 2017 വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത്. ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, പാർവതി തിരുവോത്ത്, ഭാവന തുടങ്ങിയ നിരവധി താരങ്ങൾക്ക് അവസരം നഷ്ടമായി. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായി. WCC പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. നടി ആക്രമിച്ച കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. അമ്മ ഉൾപ്പെടെ തിയേറ്റർ സംഘടനകൾ അടക്കം മലയാള സിനിമയിലെ പല സംഘടനകളും ദിലീപിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരു സിനിമയിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ദിലീപാണ്. നടിയെ ആക്രമിച്ച സംഭവം വന്നപ്പോഴും ഇടവേള ബാബു, KB ഗണേഷ് കുമാർ, മുകേഷ്, സുരേഷ് ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ദിലീപിന്റെ കൂടെ ചേർന്ന് നിന്നു. സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം, നായകൻ ആരാകണം, നായിക ആരാകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചതും ദിലീപാണ്. നായകന്മാരായി അഭിനയിച്ചുകൊണ്ടിരുന്ന നടന്മാരെ മാറ്റി നിർത്താൻ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും സമ്മർദ്ദം ചെലുത്തി. വിദേശത്ത് സിനിമ പുറത്തിറക്കുന്നതിലടക്കമുള്ള നിയന്ത്രണങ്ങൾ ദിലീപിന്റെ സമ്മർദ്ദത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. വിനയന്റെ പൃഥ്വിരാജ് നായകനായ സത്യം സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ തർക്കം മുതൽ പൃഥ്വിരാജിനെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തിയത് ദിലീപാണ്. ദിലീപ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുവെന്ന് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനും ഭാവന നേരിട്ട് പരാതി നൽകിയെന്ന് ഇടവേള ബാബു പോലീസിന് മുൻപിൽ മൊഴി നൽകിയിരുന്നു. എന്നാൽ പരാതികൾ ലഭിച്ചിട്ടും അമ്മ പരിഗണിച്ചില്ല. കുഞ്ചാക്കോ ബോബൻ, രമ്യ നമ്പീശൻ തുടങ്ങിയവരെ പൂർണ്ണമായും മാറ്റി നിർത്തി. WCC അംഗങ്ങളെ അടക്കം മാറ്റി നിർത്തി. 15 അംഗ പവർ ഗ്രൂപ്പ് സിനിമാ മേഖലയിൽ ഉണ്ടെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവർക്കെതിരെ സംസാരിക്കാൻ ആർട്ടിസ്റ്റുകൾക്ക് ഭയമെന്നായിരുന്നു റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിച്ചിരുന്നത്. സംവിധായകനെതിരെ പരാതി പറയാൻ പോലും സിനിമയിൽ സ്ത്രീകൾക്ക് സാധ്യമല്ല. അങ്ങനെ പറഞ്ഞാൽ മിണ്ടാതിരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനുമാണ് പറയുക. എന്നാൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കോ സംവിധായകർക്കോ പ്രൊഡ്യൂസർമാർക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും ആരും അവരെ ഒന്നും പറയില്ലെന്നും റിപ്പോർട്ടിൽ മൊഴിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം പുറത്തു പറഞ്ഞാൽ സിനിമയിൽ ഇനി ഒരു അവസരം ലഭിക്കില്ലെന്നും സ്ത്രീകൾ ഭയക്കുന്നുവെന്ന് മുതിർന്ന ഒരു നടിയുടെ മൊഴിയുണ്ട്. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണിത്. ഒരു വ്യക്തിയെ മേഖലയിൽ നിന്ന് വിലക്കാൻ ഗുരുതരമായ കാരണങ്ങളൊന്നും ആവശ്യമില്ല എന്നതാണ് വിചിത്രമായ കാര്യം. ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും പവർ ഗ്രൂപ്പിൽ ആരെയെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എതിർത്താൽ അവർക്ക് വിലക്ക് നേരിടും. പവർ ഗ്രൂപ്പിലെ ആർക്കെങ്കിലും പ്രസ്തുത വ്യക്തിയോട് അപ്രിയം തോന്നിയാൽ വിലക്ക് നേരിടും. അത്തരമൊരു ഘട്ടത്തിൽ പവർ ഗ്രൂപ്പിലെ ആളുകൾ കൈകോർക്കുകയും പ്രസ്തുത വ്യക്തിയെ സിനിമയിൽ നിന്ന് വിലക്കുകയും ചെയ്യുകയാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.